ഇസ്ലാമിലെ എല്ലാ ഹുക്മുകളും കാലഗണനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ ഹുക്മുകളും റുഅ്യത്തുൽ ഹിലാൽ മാസപ്പിറവി കണ്ണുകൊണ്ട് കാണുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിശ്ചയിച്ചത്. ആകാശലോകത്ത് ചന്ദ്രൻ ഉദയം ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ന്യൂമൂൺ സംഭവിക്കുന്നു എന്നിത്യാദി ഫലക്കിയായിരിക്കുന്ന ഗോളശാസ്ത്രപരമായിരിക്കുന്ന പ്രതിഭാസങ്ങളെയല്ല ഹുക്കുമുകൾ നിശ്ചയിക്കുന്നതിന് അള്ളാഹു നിർണയിച്ചിട്ടുള്ളത്. അള്ളാഹു നിർണയിച്ചിട്ടുള്ളത് ഈ ഭൂലോകത്ത് ജീവിക്കുന്ന ശരാശരിക്കാരൻ അവന്റെ കണ്ണുകൊണ്ട് മാനത്തേക്ക് നോക്കുമ്പോൾ പുതിയ ചന്ദ്രനെ കണ്ടുവെങ്കിൽ അതാണ് ഒരു മാസത്തിന്റെ മാറ്റമായി കണക്കാക്കേണ്ടത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടായം പറഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതിന് മുമ്പ് തന്നെ അതിലേക്കുള്ള സൂചന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നൽകി. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസുംഹു വമൻ കാന മരീളൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ വലാ യുരീദു ബികുമുൽ ഉസ്ർ. റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ റമളാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം, വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ, മാനവലോകത്തിന്റെ സന്മാർഗമായിക്കൊണ്ട്, വബയ്യിനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗത്തിന്റെ വിശദാംശങ്ങൾ വിശദീകരണങ്ങളായിക്കൊണ്ട് അല്ലാഹു ഖുർആൻ ഇറക്കിയത് വിശുദ്ധ റമളാനിലാണ്. ഫമൻ ശഹിദ മിൻകും അശ്ശഹ്ർ ഫൽയസുംഹു, ആരാണോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാസം കാണുന്നത് അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. ഈ ഷഹിദ എന്നുള്ള പദത്തിന് രണ്ടു വ്യാഖ്യാനങ്ങളുണ്ട്, പ്രമുഖമായ രണ്ടു വ്യാഖ്യാനങ്ങൾ. ഒന്ന്, ആ മാസം രോഗമില്ലാതെ നാട്ടിലൊരാൾ ഹാജരുണ്ടെങ്കിൽ അയാൾ നോമ്പനുഷ്ഠിക്കട്ടെ. ഇതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. അതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം, ആ മാസപ്പിറവി ആരാണോ കാണുന്നത് കാണുന്നവർ നോമ്പ് അനുഷ്ഠിക്കട്ടെ. അപ്പൊ മാസപ്പിറവി ശുഹൂദ് ഐനിൻ, കണ്ണുകൊണ്ട് കാണുക, ഇതാണ് റമളാൻ തുടങ്ങാനുള്ള അതിര് എന്ന് ഇതിൽ തന്നെ സൂചനയുണ്ട്. കാരണം വ്യാഖ്യാതാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്റെ വാക്കുകളെ ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് ദയവായി വളച്ചൊടിച്ചു കൊണ്ടുപോകരുത്. ഫമൻ ഷഹിദ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് മാസപ്പിറവി കാണാമെന്ന് മാത്രമാണ് അതിന്റെ വ്യാഖ്യാനം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അതാണ് അതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം. അങ്ങനെ ഒരു വ്യാഖ്യാനം അതിലുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖൂമൂ ലിറുയതി വഅഫ്തിറൂ ലിറുയതി ഫഇൻ ഉമ്മിയ അലൈക്കും അശ്ശഹ്റു ഫഅദ്ദു 30. ഇത് ഒന്നിലധികം സഹാബിമാരിൽ നിന്ന്, ഇബ്നു ഉമറിൽ നിന്ന്, അബൂ ഹുറൈറയിൽ നിന്ന് തുടങ്ങി പലരിൽ നിന്നും ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, പലരും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. എന്താണ് ഈ ഹദീസുകളിലൊക്കെ പറയുന്നത്? സൂമു, നിങ്ങൾ നോമ്പ് എടുക്കേണ്ടത് ലിറുയതിഹി, ആ മാസപ്പിറവി കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടാണ്. മാസപ്പിറവി കണ്ടിട്ടാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. മാസപ്പിറവി അഥവാ ന്യൂമൂൺ സംഭവിച്ചു എന്നുള്ള അറിവല്ല, അല്ലെങ്കിൽ ഗോളശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് മാസപ്പിറവി ആയിട്ടുണ്ടാകും എന്നുള്ള കണക്കുകൂട്ടലല്ല, മറിച്ച് മാസപ്പിറവി കാണലാണ്. അതേ പ്രകാരം തന്നെ നോമ്പ് അവസാനിപ്പിക്കുന്നതും പെരുന്നാൾ ആഘോഷിക്കുന്നതും മാസപ്പിറവി കാണുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പദപ്രയോഗം വളരെ അർത്ഥവത്താണ്. മാസം അവിടെ ഉണ്ട്, ആകാശത്തിലുണ്ട്, പക്ഷെ മൂടപ്പെട്ടു പോയി. മാസപ്പിറവി, മാസം പിറന്നിട്ടില്ലെങ്കിൽ എന്നല്ല, പിറന്ന മാസം നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ മൂടപ്പെട്ടു പോയെങ്കിൽ, കാർമേഘം കൊണ്ടാകാം, അല്ലെങ്കിൽ പൊടിപടലങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ സമാനമായ മറ്റേതെങ്കിലും ഘടകങ്ങൾ കൊണ്ടാകാം, മാസപ്പിറവി കാണാൻ കഴിയാതെ മൂടപ്പെട്ട് കഴിഞ്ഞാൽ ആ നിലവിലുള്ള മാസം അഥവാ റമളാനിന്റെ മാസപ്പിറവിയാണ് നോക്കുന്നതെങ്കിൽ ശഅബാനിനെ നിങ്ങൾ 30 പൂർത്തീകരിക്കണം.
ശവ്വാലിന്റെ മാസപ്പിറവിയാണ് നോക്കുന്നതെങ്കിൽ റമദാനിനെ നിങ്ങൾ 30 പൂർത്തീകരിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 തവണ തന്റെ ജീവിതത്തിൽ റമദാൻ കണ്ണുകൊണ്ട് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് തുടങ്ങുകയും കണ്ണുകൊണ്ട് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് അവസാനിപ്പിച്ച് ശവ്വാൽ ഒന്ന് പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തു. ഇതാണ് റസൂലുള്ളാഹിന്റെ ജീവിതം. ഹിജ്റ 2-നാണ് റമദാൻ നിർബന്ധമാക്കപ്പെടുന്നത്. അവിടുന്ന് അങ്ങോട്ട് 9 തവണയാണ് റസൂലുള്ളാഹി നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത്. ഈ 9-ൽ ഒരു തവണയെങ്കിലും കാഴ്ചയല്ലാത്ത മറ്റൊന്നിനെ അടിസ്ഥാനപ്പെടുത്തി നോമ്പോ പെരുന്നാളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർണയിച്ചു കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹിന്റെ വാചികമായ ചര്യ ഞാൻ ഉദ്ധരിച്ചു. ബുഖാരി ഉദ്ധരിക്കുന്നത്, മുസ്ലിം ഉദ്ധരിക്കുന്നത്, അബൂ ഹുറൈറയിൽ നിന്നുള്ളത്, ഇബ്നു ഉമറിൽ നിന്നുള്ളത് തുടങ്ങിയ സഹാബത്തിൽ നിന്നുള്ള റിവായത്തുകൾ നിങ്ങൾ മാസപ്പിറവി കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ, മാസം അവിടെ പിറന്നിട്ടുണ്ട്, കാണാൻ പറ്റിയില്ല, മൂടിപ്പോയെങ്കിൽ നിങ്ങൾ അത് 30 പൂർത്തീകരിച്ച് കണക്കാക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. വാക്കാൽ നബിയുടെ സുന്നത്തുൽ ഫിഅലിയ്യ കർമ്മപരമായ ചര്യയാണെങ്കിലോ അവിടുന്ന് അങ്ങനെ മാത്രമേ തന്റെ ജീവിതത്തിൽ നോമ്പ് തുടങ്ങിയിട്ടുള്ളൂ, തന്റെ ജീവിതത്തിൽ നോമ്പ് അവസാനിപ്പിച്ചിട്ടുള്ളൂ, തന്റെ ജീവിതത്തിൽ പെരുന്നാൾ ആഘോഷിച്ചിട്ടുള്ളൂ. മാത്രമല്ല റസൂലുള്ളാഹിന്റെ നിര്യാണത്തിന് ശേഷം 30 കൊല്ലകാലം ഉത്തരാധികാരികളായ ഖുലഫാക്കൾ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ ഖുലഫാഉർ റാഷിദീങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ ആ ഖുലഫാക്കൾക്ക് പ്രത്യേകമായ വിലയുണ്ട് ഇസ്ലാമിൽ. തമസ്സകൂ ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കണം. എന്റെ ശേഷം വരുന്ന ഉത്തരാധികാരികളായ സച്ചരിതരായ ഖുലഫാക്കളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. ആ ഖുലഫാക്കൾ 30 വർഷം മുസ്ലിം ലോകത്ത് നയിച്ചു, ഭരിച്ചു. ആ കാലയളവിൽ അവരും മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റമദാൻ തുടങ്ങിയത്. മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നോമ്പ് അവസാനിപ്പിച്ചത്. ശവ്വാൽ 1-ന് പെരുന്നാൾ ആഘോഷിച്ചിട്ടുള്ളത്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ തലമുറ എന്റെ കൂടെയുള്ള സഹാബത്തിന്റെ തലമുറയാണ്. അവരെ കഴിഞ്ഞാൽ തൊട്ടുശേഷം വരുന്ന താബിഉകളാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് താബിഉകളാണ്. ഈ 3 തലമുറകൾ ഉത്തമ തലമുറകൾ എന്ന് റസൂലുള്ളാഹി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള തലമുറകളാണ്. അൽ ഖുറൂനുസ് സലാസ അൽ മുഫല്ലല അൽ മശ്ഹൂദു ലഹാ ബിൽ ഖൈരിയ്യ. ആ 3 തലമുറയിലും മാസപ്പിറവി കണ്ടാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് തുടങ്ങുകയും ശവ്വാൽ മാസപ്പിറവി കണ്ടാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തതല്ലാതെ ഗോളശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലോ മറ്റേതെങ്കിലും മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയോ നോമ്പോ പെരുന്നാളോ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സ്വർഗത്തിലേക്കാണോ? നമ്മുടെ വഴി ഏതാണ്? ഈ സച്ചരിതരായ ആളുകളുടെ പിന്നിൽ അവരുടെ പിറകിലാണോ? എങ്കിൽ അത് മാത്രം മതി, മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഈ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അല്ലാത്തപ്പോഴും കാര്യങ്ങൾ നടന്നു പോന്നിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഈ ചര്യ റസൂലുള്ളാഹിന്റെ വാചികമായ ചര്യ, കർമ്മപരമായ ചര്യ, ഖുലഫാക്കളുടെ ചര്യ, ഉത്തമരായ 3 തലമുറക്കാരുടെ ചര്യ, ഇത് ഉദ്ധരിച്ചതിന് ശേഷം മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്തുൽ ഹറാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം വ്യക്തമാക്കി, ഫഇന്നാ നഅലമു ബിൽ ഇഫ്തിറാർ, ഇനി നിഷേധിക്കാൻ പറ്റാത്ത വിധം നമ്മൾ മനസ്സിലാക്കേണ്ടി വരികയാണ്, അന്നൽ അമല ഫീ റുയത്തി ഹിലാലി സ്വൗം ഔ അൽ ഹജ്ജ് ബിൽ ഇസ്ത വൽ ഇലാ ഔ ഗൈരി ദാലിക് من الأحكام بخبر الحاسب أنه يرى أو لا يرى لا يجوز. നോമ്പാകട്ടെ, പെരുന്നാളാകട്ടെ,
ഹജ്ജാകട്ടെ, ഹജ്ജയുടെ വിധിയാകട്ടെ, ഈലായിന്റെ വിധിയാകട്ടെ, ഇതല്ലാത്ത മറ്റു കാര്യങ്ങളാകട്ടെ, ഈ കാര്യങ്ങൾക്കെല്ലാം കാലം കണക്ക് കൂട്ടുമ്പോൾ ഒരിക്കലും തന്നെ ഗോളശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് കാണും അല്ലെങ്കിൽ കാണില്ല എന്ന കണക്കിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് അനിഷേധ്യമായി അറിയേണ്ടി വരുന്നു. والنصوص المستفيضة عن النبي صلى الله عليه وسلم بذلك كثيرا. അങ്ങനെ കണക്കിന്റെ അടിസ്ഥാനത്തിലല്ല, കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പറ്റുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിരവധി പ്രമാണവാക്യങ്ങളാണ് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ളത്. വഖദ് അജ്മഅ അൽ മുസ്ലിമൂന അലൈഹി, ഈ കാര്യം മുസ്ലിംകൾക്കിടയിൽ ഇജ്മാഅുള്ള ഏകോപിച്ച് അംഗീകരിച്ചു പോന്നിട്ടുള്ള കാര്യമാണ്. വലാ യുഅറഫു ഫീഹി ഖിലാഫുൻ ഖദീമുൻ അസ്ലൻ, പഴയ കാലത്ത് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം തന്നെ അറിയപ്പെട്ടിട്ടില്ല. വലാ ഖിലാഫുൻ ഹദീസ്, ആധുനിക കാലത്ത് പോലും പ്രസക്തമായ ഒരു വിയോജിപ്പുണ്ടായിട്ടില്ല. ഗൈറ അന്ന ഫിൽ മുതഅഖിരീന മിനൽ മുതഫഖിഹ അൽ ഹാദിസീന ബഅദൽ മിഅത്തി الثانിയ, എന്നാൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായത് ഹിജ്റ 200-ന് ശേഷമുണ്ടായ ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുവരെ ഹിജ്റ 200 വരെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഉത്തമരായ തലമുറകളും കഴിഞ്ഞ് ഹിജ്റ 200 കഴിഞ്ഞ് പിന്നീട് വന്ന ചില മുത്തഫഖിഹ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ ചില പണ്ഡിതന്മാര് പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളല്ലാതെ പഴയ കാലത്ത് ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമേ നിലനിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കാഴ്ചയുടെ അടിസ്ഥാനത്തിലേ പറ്റൂ എന്നുള്ളത് നിഷേധിക്കാനാവാതെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരികയാണ്. അങ്ങനെയാണ് പ്രമാണവചനങ്ങൾ ഉള്ളത്. മാത്രമല്ല, അങ്ങനെ ഒരാൾ മാസപ്പിറവി കണ്ടാൽ ആ കണ്ട കാര്യം ആർക്കാണോ സത്യസന്ധമായും വിവരം ലഭിക്കുന്നത്, ആ വിവരം ലഭിക്കുന്നവരൊക്കെ അത് സ്വീകരിക്കാനും ബാധ്യസ്ഥരാണ്. ഒരു ഉദാഹരണം പറയാം. عن ابي عمير ابن انس بن مالك قال حدثني عمومتي من الانصار من اصحاب رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ടിട്ടുള്ള എന്റെ ഉമൂമത്തിൽപ്പെട്ട ചില ആളുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്താ പറഞ്ഞു തന്നത്? ഉഗ്മിയ അലൈനാ ഹിലാലു ശവ്വാൽ, ശവ്വാൽ മാസപ്പിറവി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല, മൂടപ്പെട്ടു പോയി. അഥവാ റമളാൻ 29-ന്റെ അന്ന് അവർ പടിഞ്ഞാറ് നോക്കി, മാസപ്പിറവി അവർക്ക് കാണാൻ പറ്റിയില്ല, നല്ല മൂടലുണ്ടായിരുന്നു, മാസം കാണാതെ പോയി. പിറ്റേ ദിവസം, തൊട്ടടുത്ത ദിവസം ഞങ്ങൾ നോമ്പെടുത്തു. റമളാൻ 30 ഞങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ നോമ്പെടുത്തു. രാവിലെ കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞു, അങ്ങനെ പകലിന്റെ അങ്ങേയറ്റത്ത് അഥവാ വൈകുന്നേര സമയത്ത് ഒരു യാത്രാസംഘം വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് സാക്ഷി രേഖപ്പെടുത്തി, അന്നഹും റഔ അൽ ഹിലാല ബിൽ അംസി, അവർ ഇന്നലെ മാസപ്പിറവി കണ്ടു എന്ന്. നോക്കണം, മഗ്‌രിബിന് മാസപ്പിറവി കണ്ടു. എന്നിട്ട് രാത്രിയിൽ അവർ കുറെ യാത്ര ചെയ്തു. യാത്രാസംഘങ്ങളുടെ സ്വഭാവം സാധാരണഗതിയിൽ രാത്രി മുഴുവൻ ഉറങ്ങാന്നുള്ളതല്ല. രാത്രിയിൽ ദീർഘമായി യാത്ര പോകും. കാരണം രാത്രിക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. രാത്രിയിൽ ഭൂമി ചുരുട്ടപ്പെടുമെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് സഞ്ചരിക്കാൻ പറ്റും. അല്ലാതെ രാത്രി മുഴുവനും യാത്രാസംഘങ്ങൾ യാത്ര അവസാനിപ്പിച്ച് തമ്പടിക്കാറില്ല. രാത്രി കുറെ സഞ്ചരിച്ച് അവസാനം ക്ഷീണിക്കുമ്പോഴാണ് അവർ കിടന്നുറങ്ങുക, വിശ്രമിക്കുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പകലിൽ അവർ യാത്ര വീണ്ടും തുടങ്ങി. അങ്ങനെ അവർ യാത്ര ചെയ്ത് മദീനത്തെത്തുമ്പോൾ റമളാൻ മാസം 30 നബിയും സഹാബത്തും ഗണിച്ച് അവർ നോമ്പിലാണ്. പകൽ വൈകുന്നേരത്താണ്, ഒരു 4 മണി 5 മണി സമയം ഏതാണ്ടെന്ന് കൂട്ടുക. അവര് മദീനത്ത് വന്നപ്പോൾ നബിയും സഹാബിമാരും നോമ്പിലാണ്. അവർ നബിയോട് പറഞ്ഞു, ഇന്നലെ മഗ്‌രിബിന് നബിയെ ഞങ്ങൾ മാസപ്പിറവി കണ്ടിട്ടുണ്ട്. ഫഅമറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഫ്തിറു. അപ്പോ നിങ്ങൾ ഈ നാട്ടിന്റെ പുറത്തുനിന്നല്ലേ കണ്ടത്? നിങ്ങൾ ഒരു യാത്രക്കാരൻ യാത്ര പോകുമ്പോൾ നമസ്കാരം കസുറാക്കാൻ മാത്രം ദൂരം, അതിന്റെ അപ്പുറത്തുനിന്നാണ് വരുന്നത്. അപ്പൊ വേറെ നാട്ടിലാണ്, ദൂരത്തുനിന്നാണ്. അങ്ങനെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊരു പരിധി നിശ്ചയിച്ചില്ല. എവിടെ കണ്ടാലും
എവിടെ വെച്ച് കാണണം? ഇന്ന് പല ആളുകൾക്കും അവനവന്റെ നെറുകയിൽ കാണണം, അല്ലെങ്കിൽ അവനവന്റെ പറമ്പ് കാണണം, അല്ലെങ്കിൽ ചില സംഘടനക്കാരാണെങ്കിൽ അവരുടെ ഓഫീസിന്റെ മുകളിൽ കാണണം ചന്ദ്രനെ, എങ്കിലും അവർ സ്വീകരിക്കുള്ളൂ. അങ്ങനെയൊന്നും റസൂലുള്ളാഹിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റിന്റെ സമയത്ത് സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, വൈഫ്തുറു, നോമ്പ് മുറിക്കും. അവർ നോമ്പ് മുറിക്കും. വഅൻ യഖ്റുജു ഇലാ ഈദിഹിം മിനൽ ഗദ്ദ്, പെരുന്നാൾ നമസ്കാരം നിവൃത്തിയില്ല, കാരണം അത് പകലിന്റെ ആദ്യത്തിൽ പൂർവാന്നത്തിൽ നിർവഹിക്കപ്പെടേണ്ടതാണ്. അതിനാൽ ഇനി പെരുന്നാൾ നാളെ രാവിലെ നിങ്ങൾ മുസല്ലയിലേക്ക് പുറപ്പെടൂ, പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടു കാര്യങ്ങൾ: ഒന്ന്, കാണുക, കണ്ടാൽ നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ നോമ്പെടുക്കണം, മാസപ്പിറവി കണ്ടാൽ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാള് ഒരുങ്ങണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് എവിടെയുള്ള കാഴ്ച? ലോകത്ത് എല്ലാവർക്കും അതിരില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. എവിടെ കണ്ടാലും ആ കണ്ട വിവരം സത്യസന്ധമായി നമുക്ക് ഉദ്ധരിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് ശാസ്ത്രീയ മദ്ഹബിലെ ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് വാശി പിടിക്കുന്നത് പോലെ സ്വന്തം നാട്ടിൽ കാണണം എന്ന് പറയുന്നതിന് യാതൊരു തെളിവുമില്ല. എന്നല്ല ഞാൻ ഉദ്ധരിച്ച ഹദീസ്, ഇബ്നു മാജയുടെ ഹദീസ്, അവനവന്റെ നാട്ടിൽ കാണണം, പറമ്പിൽ കാണണം, പാർട്ടി ഓഫീസിൽ കാണണം എന്ന് പറയുന്ന വാദത്തിന്റെ ഘടകവിരുദ്ധമാണ് ഇബ്നു മാജ ഉദ്ധരിച്ചിരിക്കുന്ന ഈ ഹദീസ്. രണ്ട്, ഇനി സമയം വൈകിയാണ് അറിയുന്നത് എങ്കിൽ പെരുന്നാൾ പിറ്റേ ദിവസം നിർവഹിക്കാം, അതിനും ഈ ഹദീസ് തെളിവാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല ഈ മസ്അല തഹ്ഖീഖ് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, أنه من بلغه رؤية الهلال في الوقت الذي يؤدي بتلك الرؤيا الصوم أو الفطر أو النسك وجب اعتبار ذلك بلا شك. ലോകത്ത് എവിടെയെങ്കിലും മാസപ്പിറവി കണ്ട വിവരം ഒരാൾക്ക് ലഭിക്കുന്നു, ഏത് സമയത്ത്? ആ സമയത്ത് ആ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നോമ്പ് പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ നുസുക്ക് നടത്താൻ പറ്റും എങ്കിൽ അയാൾ അത് പരിഗണിച്ച് ആ ഇബാദത്ത് ചെയ്യേണ്ടതാണ്. സമയം കഴിഞ്ഞാണ് വിവരം കിട്ടുന്നതെങ്കിലോ, സമയം കഴിഞ്ഞ് വിവരം കിട്ടിയാൽ പിന്നെ അതിനനുസരിച്ചും പ്രവർത്തിക്കേണ്ടതാണ്. ഖുർആനിന്റെയും ഹദീസിന്റെയും നസ്സുകളാകട്ടെ, സലഫ് സ്വാലിഹുകളുടെ ആസാറുകളാകട്ടെ, എല്ലാം ഈ കാര്യമാണ് വ്യക്തമായും നമ്മെ അറിയിക്കുന്നത്. വമൻ ഹജ്ജദ ദാലിക ബിമസാഫത്തി ഖസ്ർ ഔ ഇഖ്ലീം, എന്നാൽ ചില ആളുകൾ അത് യാത്രക്കാരൻ നമസ്കാരം കസുറാക്കാൻ എത്ര ദൂരം വേണോ ആ ദൂരത്തിന്റെ അപ്പുറത്ത് കണ്ടാൽ പറ്റില്ല, അതിന്റെ ഇപ്പുറത്താകണം എന്ന് പരിധി വെച്ചവർ, അല്ലെങ്കിൽ ചില പ്രത്യേക പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. നാട് എന്ന് ചിലര് പരിധി വെച്ചിട്ടുണ്ട്, വേറെ ചിലര് നാട് എന്നുമല്ല. ഇഖ്തിലാഫുൽ മസാലി, ഒരു മസ്അലയിൽപ്പെട്ടാൽ മതി, ഉദയാസ്തമയങ്ങൾ പങ്കുവെക്കുന്ന മേഖലയിൽ പെടണം, ഇങ്ങനെയൊക്കെ അതിരുവെക്കുന്ന ആളുകൾ ഇങ്ങനെ അതിർത്തി നിശ്ചയിക്കുന്ന ആളുകൾ അവരുടെ വാക്കിന്റെ തെളിവുമില്ല. അത് ശറഅിന് വിരുദ്ധമാണ്, അത് ബുദ്ധിക്കും വിരുദ്ധമാണ്. ومن لم يبلغه إلا بعد الأداء وهو مما لا يقضي كالعيد المفعول والنسك فهذا لا تيسير له. എന്നാൽ ഈ വിവരം കിട്ടുന്നത് സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ, ഇപ്പോൾ റക്ബ് വന്നപ്പോൾ റസൂലുള്ളാഹിക്ക് വിവരം കിട്ടിയത് സമയം കഴിഞ്ഞിട്ടാണ്. നോമ്പ് മുറിക്കാനേ നിവൃത്തിയുള്ളൂ, പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയില്ല, പെരുന്നാളിന്റെ സമയം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിന് മഫ്ഊൽ ഉണ്ടാകില്ല, ആ കാര്യത്തിൽ ഇഫക്റ്റ് ഉണ്ടാവില്ല, അത് തൊട്ടു പിറകത്തെ ദിവസം ചെയ്യുന്നു എന്ന് മാത്രം. വഅലൈഹിൽ ഇജ്മാൽ, ഇതാണ് മുസ്ലിം ലോകത്തിന്റെ ഇജ്മാൽ. ഹക്കാഹു ഇബ്നു അബ്ദുൽ ബർ, ഈ കാര്യത്തിൽ മുസ്ലിം ലോകത്ത് മുൻകാലത്ത് ഇജ്മാൽ മുൻകടന്നിട്ടുള്ളതാണെന്ന് അല്ലാമ അൽ ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹു തആല ഇജ്മാഅ് പോലും ഉദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഈ കാര്യം പറയുന്നത് കോഴിക്കോട് വെച്ചാണ്. കോഴിക്കോട്ടെ ശരാശരി മുസ്ലിങ്ങളുടെ അടക്കാൻ കഴിയാത്ത ഒരു വികാരമാണ് ഒരു ദിവസം പെരുന്നാൾ, ഒരു ദിവസം ഒരുമിച്ചിരുന്ന് പെരുന്നാൾ സദ്യ കഴിക്കാനുള്ളത്. അത് ഒരു സദ്യയേക്കാൾ, ഒരു പെരുന്നാളിനേക്കാൾ ഒരു വൈകാരിക പ്രശ്നമാണ് ഈ കോഴിക്കോട്, എനിക്കറിയാം. അതിനു വേണ്ടിയിട്ട് കൃത്രിമമായ കുറെ മാർഗങ്ങൾ ആലോചിച്ചുണ്ടാക്കുന്നവരുമാണ് ഈ പ്രദേശത്തുകാർ.
അങ്ങനെ ആലോചിച്ച് അവസാനം പിന്നീട് പ്രത്യേകമായ കലണ്ടറുകളും പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുമാണ്. ഈ തല്ലിപ്പടച്ചുണ്ടാക്കിയിട്ടുള്ള കൃത്രിമ മാർഗങ്ങൾ വലിച്ചെറിഞ്ഞ് റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്ക് വരൂ. ഒരു ദിവസം നോമ്പെടുക്കാം, ഒരു ദിവസം തന്നെ നോമ്പ് അവസാനിപ്പിക്കാം, ഒരു ദിവസം പെരുന്നാൾ ആഘോഷിക്കാം, ഒരേ സദ്യ എല്ലാവർക്കും, വാപ്പാക്കും മകനും മകൾക്കും മരുമകനും എല്ലാം ഒരേ ദിവസം സദ്യ കഴിക്കാം. എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ശാഫിഈ മദ്ഹബിലെ സങ്കുചിത ചിന്തക്കാരായ ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പണ്ടെന്നോ പറഞ്ഞു വെച്ച, തെളിവില്ലാതെ പറഞ്ഞു വെച്ചു പോയ ഒരു കാര്യം, മാസപ്പിറവി അവനവന്റെ നാട്ടിൽ കാണണം എന്ന് രേഖയില്ലാതെ പറഞ്ഞു പോയ വാക്കിനെ മുറുകെ പിടിക്കാതെ ഇരുന്നാൽ, അതങ്ങ് ഒഴിവാക്കിയാൽ, റസൂലുള്ളാഹിന്റെ കൃത്യമായ ചര്യയിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങിയാൽ ആ പ്രശ്നം താനെ പരിഹരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആധുനികനായ പണ്ഡിതൻ അൽ-അല്ലാമത്തുൽ മുഹദ്ദിസ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ-അൽബാനി റഹിമഹുല്ലാഹ് ഈ മസല വിശദീകരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു: വയബ്ഖാ ഹദീസു അബീ ഹുറൈറത വഗൈരിഹി അലാ ഉമൂമിഹി. അബൂ ഹുറൈറയിൽ നിന്നും ഇബ്നു ഉമർ പോലുള്ള മറ്റു സഹാബിവര്യന്മാരിൽ നിന്നുമൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസ്, സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി എന്ന ഹദീസ്, മാസപ്പിറവി കണ്ടാൽ നോമ്പെടുക്കുക, മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക, പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ്, ആ ഹദീസ് ആമാണ്, അത് വ്യാപകമാണ്, എല്ലാവർക്കും കോമണാണ്, പൊതുവായിട്ടുള്ളതാണ്. അതൊരു പ്രദേശത്തേക്ക് ചുരുക്കുന്നതിന് യാതൊരു തെളിവുമില്ല. അത് ഒരേ ഉദയാസ്തമയ മേഖല പങ്കുവെക്കുന്നവർക്കിടയിൽ ചുരുക്കുന്നതിന് അതിന് യാതൊരു തെളിവുമില്ല. അതല്ലെങ്കിൽ അത് ഒരു യാത്രക്കാരൻ നമസ്കാരം ചുരുക്കാൻ എത്ര ദൂരം പോകണോ ആ ദൂരത്തിന്റെ ഉള്ളിലുള്ള ആളുകൾ എന്ന് ചുരുക്കുന്നത് അതിന് യാതൊരു തെളിവുമില്ല. മറിച്ച് അത് ആമാണ്, അത് പൊതുവാണ്, എല്ലാവർക്കും, ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. يشمل كل من بلغه رؤيته الهلال من أي بلد أو إقليم من غير تحديد مسافة الصلاة. ഇത് എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞാൽ മാസപ്പിറവി കണ്ട വിവരം ആർക്കൊക്കെ എത്തുന്നുവോ, ഏത് നാട്ടുകാരനാണെങ്കിലും ഏത് പ്രദേശത്തുകാരനാണെങ്കിലും അതിന് പ്രത്യേകമായ അതിരുകളില്ല, എല്ലാവർക്കും ഒരുപോലെ അത് ബാധകമാകുന്നു. കമാ ഖാല ഇബ്നു തൈമിയ്യ ഫിൽ ഫതാവ, ശൈഖുൽ ഇസ്ലാമിന്റെ മുൻകാലത്ത് ഫതാവയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ പ്രകാരം തന്നെ വഹാദാ അംറുൻ മുതയസ്സിറുൻ അൽയൗം ലിൽഗായ കമാ തഖദ്ദം കമാ ഹുവ മഅലൂം. ഇന്നാണെങ്കിലോ, ഇന്ന് ലോകം മുഴുക്കെ ഒരു ചെറിയ ഗ്രാമം പോലെ ചുരുങ്ങി വന്ന കാലമാണ്. വിവര സാങ്കേതിക വിദ്യ നമ്മെ ഒരു ചെറിയ ഗ്രാമത്തെക്കാളും അടുപ്പിച്ച് കഴിഞ്ഞൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്നത് അങ്ങേയറ്റത്തോളം അതീവ ലളിതമായ വിഷയവുമാണ്. വലാകിന്നഹു യതതല്ലബു ശൈഅൻ മിൻ ഇഹ്തിമാമി ദുവലിൽ ഇസ്ലാമിയ്യ. പക്ഷേ ഇതൊരു സംഭവിക്കുന്ന ജീവിത യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇതിന്മേൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഹത്താ തജഅലഹു ഹഖീഖ വാഖിയ്യ ഇൻഷാ അല്ലാഹു തബാറക വ തആല. ഇത് മുസ്ലിമീങ്ങളുടെ ഒരു ജീവിത യാഥാർത്ഥ്യമായി പണ്ടുകാലത്തുണ്ടായിരുന്ന ആ സുന്നത്ത് അതൊരു ശരിയായി പ്രയോഗത്തിൽ വരുത്തണമെങ്കിൽ ഭരണകർത്താക്കൾ, രാജ്യങ്ങൾ കൂടി അതിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. എന്താ രാജ്യങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതുള്ളത്? മാസപ്പിറവി ഒരാൾ കണ്ടാൽ, നോമ്പിനാകട്ടെ പെരുന്നാളിനാകട്ടെ, കണ്ട ഒരാൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ടതല്ല. രണ്ട് കാര്യമാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, കണ്ണുകൊണ്ട് മാസപ്പിറവി കാണുക. രണ്ടാമത്തേത്, ആ കണ്ട കാഴ്ച ഒരു മുസ്ലിം ഭരണാധികാരി അതിനെ റാറ്റിഫൈ ചെയ്തിരിക്കണം, അംഗീകരിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ-അൽബാനി റഹിമഹുല്ലാഹ് ഇത് ഒരു ജീവിത യാഥാർത്ഥ്യമായി പരിവർത്തിപ്പിക്കപ്പെടണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ശ്രദ്ധ അല്പം ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയാം. ഇനി മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ചര്യ ഉദ്ധരിക്കുന്നിടത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും മറ്റുള്ള ആളുകളും ഒക്കെ പറയുന്നു, ഹജ്ജിന്റെ മാസമായി കഴിഞ്ഞാൽ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഹജ്ജിന് വരികയാണ് ദുൽഹിജ്ജ മാസത്തിൽ. അങ്ങനെ വരുമ്പോ ദുൽഹിജ്ജ മാസം 1 എന്ന്, ദുൽഹിജ്ജ മാസം 9 അറഫ ദിവസം എന്ന്, ദുൽഹിജ്ജ മാസം 10 അഥവാ യൗമുൽ ഇഫാദത്തിന്റെ ദിവസം മുസ്ലിം ലോകം പെരുന്നാൾ ആഘോഷിക്കുന്ന ആ ദിവസമെന്ന് ഇത് തീരുമാനിക്കാൻ മക്കത്ത് തന്നെ കാണണോ?
ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനത്താണ്, അല്ലെങ്കിൽ മദീനത്ത് തന്നെ കാണണോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചര്യ വിശദീകരിക്കുന്നു. വഅയ്ളൻ ഫഇന്ന ഹിലാലൽ ഹജ്ജ് മാ ദാലൽ മുസ്ലിമൂൻ യതമസ്സകൂന ഫീഹി ബിറുയത്തിൽ ഹജ്ജാജിൽ ഖാദിമീൻ. വിവിധങ്ങളായ നാടുകളിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ചു വരുന്ന ഹജ്ജിന് വരുന്ന ആളുകൾ അവർ മാസപ്പിറവി കണ്ട കാര്യം പറയുന്നത് ഉമർ ഖത്താബിന്റെ കാലം മുതലേ അംഗീകരിച്ചു പോന്നിട്ടുള്ളതാണ്. അവർ വരുന്നത് ഒരു യാത്രയ്ക്ക് ആവശ്യമായ ദൂരത്തിനും അപ്പുറം കുറെ ദൂരത്തിൽ നിന്നാണ് വരുന്നതെങ്കിലും അവർ മാസപ്പിറവി കണ്ടു എന്ന കാര്യം സത്യസന്ധമായി സാക്ഷ്യപ്പെടുത്തിയാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അംഗീകരിക്കുമായിരുന്നു. അപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്ത് കണ്ടാലും ആ കണ്ട കാഴ്ച അത് നമുക്ക് അമല് ചെയ്യാവുന്ന സമയത്ത് കിട്ടിയാൽ സ്വീകരിച്ച് അമല് ചെയ്തിരിക്കണം. ഉമർ ഖത്താബിന്റെ നടപടി അതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം കാണുക എന്നതിന് പുറമെ ഒരു ഭരണാധികാരി അതിനെ സാക്ഷ്യപ്പെടുത്തണം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അസ്സൗമു യൗമ തസൂമൂൻ വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ വൽ അദ്ഹാ യൗമ തുളഹൂൻ. അസ്സൗം യൗമ തസൂമൂൻ, നോമ്പ് ഒരാൾ ഒറ്റയ്ക്ക് നോൽക്കാനുള്ളതല്ല, എല്ലാവരും കൂടി നോൽക്കുന്ന ദിവസം. വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ, ചെറിയ പെരുന്നാൾ ഒരാൾ ഒറ്റയ്ക്കല്ല ചെറിയ പെരുന്നാൾ നടത്താൻ പറ്റൂല. ഇതൊക്കെ മുസ്ലിം ആഘോഷമാണ്. ഐക്യത്തിന് ഏറെ വില നൽകുന്ന മതമാണ് ദീൻ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒന്നടങ്കം പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഈദുൽ ഫിത്ർ ആഘോഷിക്കേണ്ടത്. വൽ അദ്ഹാ യൗമ തുളഹൂൻ, വലിയ പെരുന്നാൾ ഉദ്ഹിയത്ത് നൽകിക്കൊണ്ട് നമ്മൾ ആഘോഷിക്കുന്ന വലിയ പെരുന്നാൾ അതെല്ലാവരും കൂടി ആഘോഷിക്കുന്ന ദിവസമാണ്. എല്ലാവരും കൂടി ആഘോഷിക്കുക എന്നുള്ളത് എങ്ങനെ ഉണ്ടാവുക? അതൊരു ഭരണാധികാരി തീരുമാനിക്കുമ്പോഴാണ്. വല്ലാഹിർ, ഈ പറഞ്ഞ ആയത്തിന്റെ ഹദീസിന്റെ വ്യാഖ്യാനം ഇത് തിർമിദി, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസാണ്. വല്ലാഹിറു അന്ന മഅനാഹു അന്ന ഹാദിഹിൽ ഉമൂർ ലൈസ ലില്ലാഹാദി ഫീഹാ ദഖൽ. ഇത്തരം കാര്യങ്ങളിൽ എന്നാണ് പെരുന്നാൾ, എന്നാണ് നോമ്പ്, എന്നാണ് ഹജ്ജ്, എന്നാണ് അറഫ, ഇതൊന്നും നിശ്ചയിക്കുന്നതിൽ വ്യക്തികൾക്ക് അതിൽ സ്വാധീനമില്ല. വലൈസ ലഹും അത്തഫർറുദു ഫീഹാ, ഒരു വ്യക്തിക്ക് സമൂഹത്തെ ഒഴിവാക്കി തനിച്ച് നിലക്കൊള്ളാവുന്ന കാര്യവുമല്ല. ബലിൽ അംറു ഫീഹാ ഇലൽ ഇമാമി വൽ ജമാഅ, മറിച്ച് ഈ കാര്യം മുസ്ലിങ്ങളെ ഭരിക്കുന്ന ഒരു ഭരണാധികാരി അദ്ദേഹം തീരുമാനമെടുക്കേണ്ടതും അദ്ദേഹത്തിന്റെ പ്രജകളായിട്ടുള്ള ജമാഅത്ത് അംഗീകരിക്കേണ്ടതുമായ കാര്യമാണ്. വയജിബു അലൽ ആഹാദി ഇത്തിബാഉഹും ലിൽ ഇമാമി വൽ ജമാഅ, അതുകൊണ്ട് തന്നെ വ്യക്തികൾ ഇമാമിനെയും ജമാഅത്തിനെയും പിന്തുടരുകയാണ് ചെയ്യേണ്ടത്. വഅലാ ഹാദാ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫൈദാ റഅ അഹദുൻ അൽ ഹിലാൽ, ഒരു വ്യക്തി മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ വറദ്ദൽ ഇമാമു ഷഹാദതഹു, അയാൾ ഇമാമിനോട് പോയിട്ട് മാസപ്പിറവി കണ്ടിട്ടുള്ള കാര്യം സാക്ഷ്യപ്പെടുത്തണം. ആ സാക്ഷ്യം എന്തെങ്കിലും ന്യായമായ കാരണങ്ങളാൽ ഇമാമ് തള്ളിക്കളഞ്ഞു, ഞാനത് സ്വീകരിക്കില്ല, നിന്റെ സാക്ഷ്യം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിയാൽ ആ വ്യക്തിക്ക് ഒറ്റയ്ക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അയാൾ ഒറ്റയ്ക്ക് പോയിട്ട് അറഫയിൽ നിൽക്കുക, അയാൾ ഒറ്റയ്ക്ക് പോയിട്ട് ബലിയെടുക്കുകയാണോ, അയാൾ ഒറ്റയ്ക്ക് പോയിട്ട് നോമ്പ് തുടങ്ങുകയാണോ, അയാൾ ഒറ്റയ്ക്ക് പോയിട്ട് ചെറിയ പെരുന്നാൾ തുടങ്ങുകയാണോ, ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. ആ വിഷയത്തിൽ ഭരണാധികാരി പറഞ്ഞിട്ടുള്ള, പ്രജകൾ സ്വീകരിച്ചിട്ടുള്ള ആ നിലപാടിന്റെ കൂടെ നിൽക്കൽ അയാൾക്ക് നിർബന്ധമാണ് എന്ന് അബുൽ ഹസൻ സിന്ദി ഇബ്നു മാജയിൽ ഈ ഹദീസ് റിവായത്ത് ചെയ്തതിന് ഹാഷിയ എഴുതിയപ്പോൾ ഈ കാര്യം വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് രണ്ടേ രണ്ട് കാര്യം മാസപ്പിറവി കണ്ണുകൊണ്ട് കാണാൻ, അതൊരു ഭരണാധികാരിയുടെ അടുക്കൽ സാക്ഷി പറഞ്ഞിട്ട് ഭരണാധികാരി അത് അംഗീകരിക്കുക എങ്കിൽ അത് സ്ഥിരീകരിക്കപ്പെട്ടു. അല്ലാത്ത കണക്കോ അല്ലെങ്കിൽ ഗോളശാസ്ത്രോ അല്ലെങ്കിൽ കലണ്ടറോ മറ്റുള്ള ഒരു സംഗതി ഒരു വ്യക്തി ഒറ്റയ്ക്ക് കണ്ടു, പക്ഷെ ഒരു ഭരണാധികാരിയുടെ അടുക്കൽ അത് എത്തിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാനോ അംഗീകരിക്കാനോ ഒന്നിനും പറ്റിയില്ലെങ്കിൽ ആ വ്യക്തി പോലും അതിൽ നിന്ന് മാറുകയാണ് വേണ്ടത്. ഉദാഹരണം പറയാം. രണ്ടാളുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ അരികിലേക്ക് വരിക. ആ രണ്ടുപേരും യാത്ര ചെയ്തു പോരുന്ന ദൂരത്തുനിന്ന് വരുന്ന സന്ദർഭത്തിൽ അവർ തലേ ദിവസം മാസപ്പിറവി കണ്ടു. മാസപ്പിറവി കണ്ട സന്ദർഭത്തിൽ ഒരാൾ നോമ്പ് അവസാനിപ്പിക്കുകയും മറ്റേയാൾ നോമ്പ് പിടിക്കുകയും ചെയ്തു.
നമ്മൾ നോമ്പ് മാസപ്പിറവി കണ്ടില്ലേ, പിന്നെ എങ്ങനെ ഇനി നോമ്പ് ഇപ്പൊ ചെമ്പാടൊന്നായില്ലേ, ഇനി എങ്ങനെ നോമ്പ് നോൽക്കുക എന്നൊരാള്. മറ്റേ ആള് ഇല്ല, ഞാൻ നോമ്പ് നോൽക്കുകയാണ്, കാരണം നമ്മൾ മദീനത്തെത്തുമ്പോ അവരെ ഈ വിവരമില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടായി പോകും. അങ്ങനെ രണ്ടുപേരും കൂടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നു, മാസപ്പിറവി കണ്ട വിവരം പറഞ്ഞു. അപ്പോ ഒരാൾ പറഞ്ഞു ഞാൻ നോമ്പുകാരനാണ്, മറ്റേ പറഞ്ഞു ഞാൻ നോമ്പ് മുറിച്ചിട്ടുണ്ട് എന്ന്. ആ പറയുന്ന സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നോമ്പ് മുറിച്ച ആളോട് ചോദിച്ചു. ആ നോമ്പ് മുറിച്ച ആളോട് ഉമർ ഖത്താബ് പറഞ്ഞ കാര്യം, നിന്റെ ഈ സാഹിബ് കൂട്ടാളി, അയാളെ ബഹുമാനിച്ചത് കൊണ്ട് മാത്രം, അയാളില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ അടിക്കുമായിരുന്നു. അപരാധികൾക്ക്, വ്യക്തികൾക്ക് സ്വന്തം നിരക്ക് ചെയ്യാവുന്ന കാര്യമല്ല ഇത്. എന്തുകൊണ്ടാണ്? ഇദ്ദേഹം കൂടുന്നത് കൊണ്ട് അദ്ദേഹത്തിനുള്ള തെക്കിരിമത്തി എന്ന നിലക്ക് ഞാൻ അടി ഒഴിവാക്കുന്നു, ഇല്ലെങ്കിൽ നിനക്ക് എന്നോട് അടി കിട്ടുമായിരുന്നു. അടിച്ചു നിന്നെ ഞാൻ വേദനിപ്പിക്കുമായിരുന്നു. കാരണം ചെറിയ പെരുന്നാൾ, അല്ലെങ്കിൽ നോമ്പ്, അല്ലെങ്കിൽ വലിയ പെരുന്നാൾ, അല്ലെങ്കിൽ അറഫ, അല്ലെങ്കിൽ ഹജ്ജ്, ഈ കാര്യങ്ങളൊന്നും ഒരു വ്യക്തി തീരുമാനിക്കുന്നതല്ല. വ്യക്തിക്ക് കാണാം, കണ്ട കാഴ്ച ഭരണാധികാരിക്ക് റിപ്പോർട്ട് ചെയ്യാം. ആ ഷഹാദത്ത് അംഗീകരിച്ചാൽ ഭരണാധികാരിയാണത് പ്രഖ്യാപിക്കേണ്ടത്. ഭരണാധികാരി പ്രഖ്യാപിക്കുന്നതോടുകൂടി അത് അംഗീകരിക്കപ്പെടുന്നു. അപ്പോ നമ്മുടെ കാര്യം വളരെ ക്ലിയറാണ്. നമ്മൾ കേരളത്തിലാണ്. കേരളത്തിലൊരു മുസ്ലിം ഭരണാധികാരി ഇല്ല. മുസ്ലിങ്ങൾക്ക് ഭരണാധികാരില്ല എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾ ഒരു 10-15 കോഴിക്കോടാണെങ്കിൽ വലിയ കാളി, ചെറിയ കാളി, പിന്നെ സുന്നികളിൽ തന്നെ ഒരു ഇ കെ സുന്നിക്ക് വേറെ ഇമാമിയങ്ങളും കാളികളും, അതുപോലെ തന്നെ കാന്തപുരം സുന്നിക്ക് വേറെ അവരുടേതായ അഖില ഇന്ത്യ കേരള എന്തൊക്കെ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് അവരുടേതായ സംവിധാനങ്ങൾ, പിന്നെ പ്രാദേശികമായ സംവിധാനങ്ങൾ, നദുവത്തുൽ മുജാഹിദീൻ രണ്ടിനും രണ്ട് വേറെ വേറെ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ അംഗബലത്തിനനുസരിച്ചിട്ടുള്ള മാറിക്കളികൾ, ഇതെല്ലാം കൂടെ കൂടി ഒരു 8-10-15 കോല. ഇവിടെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് അവർക്ക് അറിവ് കിട്ടുന്ന ഒരു മുസ്ലിം ഭരണാധികാരിയുടെ തീരുമാനം അതിന്റെ കൂടെ പോകാവുന്നതാണ്. എന്നുവെച്ചാൽ നമുക്ക് ഏറ്റവും സൗകര്യപ്പെടുക, ലോകത്തേതെങ്കിലും ഒരു മുസ്ലിം ഭരണാധികാരി മാസപ്പിറവി കണ്ടതായി പ്രഖ്യാപിച്ച വിവരം സത്യസന്ധമായി നമുക്ക് കിട്ടിയാൽ അത് സ്വീകരിക്കാം. ജസീറത്തുൽ അറബില്, സൗദി അറേബ്യയിലുള്ള ഭരണാധികാരി പ്രഖ്യാപിച്ചാൽ നമുക്കിവിടെ ഒരു ഭരണാധികാരി ഇല്ലാത്ത നിലക്ക് അത് സത്യസന്ധമായ വിവരം നമുക്ക് കിട്ടിയാൽ അതിനെ പിന്തുടരാവുന്നതാണ്. ഇനി സൗദി അറേബ്യന്റെ വേണമെന്നില്ല. സൗദി അറേബ്യ എന്തോ കാരണത്താൽ ഒരു നാട്ടിൽ അവിടുത്തെ രാജാവാണ്, ഇനിയല്ല ഇമാറാത്തിലാണ് അഥവാ UAE-യിലുള്ള ഭരണാധികാരിയാണ് പ്രഖ്യാപിച്ചത്, സൗദി അറേബ്യ പ്രഖ്യാപിച്ചില്ല എങ്കിൽ നമുക്ക് ആ വിവരം കിട്ടിയാൽ ഒരു ഭരണാധികാരി എടുത്തിട്ടുള്ള ലോകത്ത് എവിടെ കണ്ട കാഴ്ചയും ഒരു ഭരണാധികാരി റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വിവരം നമുക്ക് അമൽ ചെയ്യാവുന്ന സമയത്ത് കിട്ടിയാൽ സ്വീകരിക്കാവുന്നതാണ്. ഇതല്ലാതെ ഭിന്നതയുടെ കൂടെ പോവുക എന്നുള്ളതല്ല ഒരു മുസ്ലിമിന്റെ നിലപാട്. കേരളത്തിൽ ചിത്രതയാണ്, ഭിന്നതയാണ്, ധ്രുവീകരണമാണ്. എല്ലാവർക്കും കൂടി പൊതുവായിട്ട് ഒറ്റ തീരുമാനമെടുക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ വേണമെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന വല്ല രേഖകളും കിട്ടിയെന്ന് വന്നേക്കാം. അങ്ങനെയില്ല. ഇവിടെ ഉള്ളത് ഐക്യം എന്ന് പറയുന്നത് അവനാന്റെ തട്ടിലുള്ള ഐക്യം മാത്രമാണ്. അവനാന്റെ തട്ടിലുള്ള ഐക്യം എന്ന് പറഞ്ഞാൽ നദുവത്തുൽ മുജാഹിദീന്റെ ഒരു വിഭാഗം പറഞ്ഞ അവർക്ക് മാത്രം, മറ്റേ വിഭാഗം പറഞ്ഞ അവർക്ക് മാത്രം, മൂന്നാം മുന്നണി പറഞ്ഞ അവർക്ക് മാത്രം, സുന്നികളിൽ തന്നെ അത് പ്രാദേശിക സാധി പറഞ്ഞ ആ സാധിക്ക് മാത്രം, ലീഗ് സാധി പറഞ്ഞ ലീഗിന് മാത്രം, ഈ ഗാന്ധപുരത്തിന് വേറെ മാത്രം, ഇതൊക്കെ പാടെ പറഞ്ഞിട്ട് പോലെ ഐക്യം പറയും. ഇതിനല്ല ഐക്യം. ഇങ്ങനെ മുസ്ലിങ്ങൾ 10 ഐക്യമല്ല, 10 ഐക്യമല്ല, 10 ഭിന്നിപ്പ. ഇത് 10 തരം ഭിന്നിപ്പ. ഈ ഭിന്നിപ്പിൽ മുസ്ലിമീങ്ങൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ ഒരു ഭിന്നിപ്പിന്റെ കൂടെയും ഒരു കക്ഷിത്വത്തിന്റെ കൂടെയും ഒരു ശരാശരി മുസ്ലിം പോകാൻ പാടില്ല. ഇതാണ് ഹദീസ് ഹുദൈഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാര്യം വളരെ ക്ലിയറാണ്. ലോകത്ത് എവിടെ കണ്ടുവോ ആ വിവരം നമുക്ക് സത്യസന്ധമായി കിട്ടുന്നുവോ, ആ കണ്ട കാഴ്ച വെറും കാഴ്ചയല്ല, ഒരു ഭരണാധികാരി, മുസ്ലിം ഭരണാധികാരി അംഗീകരിച്ച് പ്രഖ്യാപിച്ചുവോ അതിന്റെ കൂടെ നമുക്ക് പോകാവുന്നതാണ്. ഇതാണ് അതിന്റെ കാര്യം. ഇനി മാത്രമല്ല, അങ്ങനെ അത് കഴിഞ്ഞാൽ
51. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മഴയും അതുപോലെ തന്നെ മറ്റു ചില സാങ്കേതികമായ തടസ്സങ്ങളുള്ളത് കൊണ്ട് 1 മണിക്കൂർ വൈകിയാണ് ഇവിടെ എത്താൻ സാധിച്ചത്. ആ 1 മണിക്കൂർ സൗകര്യപ്പെടുന്ന ആളുകൾ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം വീണ്ടും ഒത്തുകൂടിയാൽ ഇൻഷാ അല്ലാഹ് എനിക്കൊട്ടനവധി കാര്യങ്ങളെ നിങ്ങളെ തെര്യപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. അതിൽ നിന്ന് അള്ളാഹ് തൈസീർ ചെയ്തു തരുന്ന കാര്യങ്ങൾ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം തുടരുന്നതാണ്. മഗ്‌രിബിന് 10 മിനിറ്റ് ഉള്ളത് കൊണ്ട് ഒന്നും ഉണ്ടാക്കി നമസ്കരിക്കാൻ വേണ്ടി തൽക്കാലം നമ്മൾ തിരിയുക. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക